ഹായ് ആർമി, ഞാൻ ചൂസ് മണിന് 13 എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓണാവുമ്പോഴത്തേക്ക് എപ്പിസോഡാണെന്ന് പറഞ്ഞാണ്, പക്ഷേ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ അത്രയ്ക്ക് നല്ലതല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇടാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും പോയി കാണാൻ ഇഷ്ടമെങ്കിൽ ലൈക്ക് കമൻറ്റ് എന്തായാലും ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ്. ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. നീ ഓക്കെ ആണോ? ചോദിച്ചാൽ ഓക്കെ ആകാൻ പറ്റിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ. കുറച്ച് നാളായിട്ട് എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, അതൊക്കെ നീ വിടാം. ഇനി നീ ഓക്കെ ആയിക്കോളൂ. ചേട്ടാ സത്യം പറ, ലീയുടെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച ചേട്ടൻ്റെ കയ്യില്ലേ? സത്യം പറയാനൊന്നും ചെയ്തിട്ടില്ലല്ലേ? കള്ളക്കേസ് ഉണ്ടാക്കിയാണല്ലോ അവളെ കൊടുക്കിയത്. ആണെന്ന് നീ കൂട്ടിക്കോ. ചേട്ടാ എന്തിനാ അവളോട്? അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ലോകത്ത് റിലേഷൻഷിപ്പ് വെച്ചതോ? സത്യം പറയാതെ അവർ ആത്മഹത്യ റിലേഷൻഷിപ്പിലായിരുന്നു. ഞാൻ അവരുടെ കരുതിപ്പം നിൽക്കുന്നത്. ചുമ്മാ അവളെ ലച്ചു, നീ എന്തറിഞ്ഞിട്ട് അവൾക്ക് വക്കാലത്ത് പിടിക്കുന്നേ? എന്താ ഞാൻ അറിയാത്ത പറഞ്ഞതാ, അല്ലെങ്കിൽ ആരും എന്നോടൊന്നും പറയുന്നില്ല. എല്ലാവരും എന്തൊക്കെയൊക്കെ ചെയ്യുന്നു, അവസാനം അനുഭവിക്കേണ്ട പോലും ഞാൻ. പറ, എന്താ ഞാൻ അറിയാത്തെ? ലച്ചു, ഞാൻ പറഞ്ഞത് നീ കേൾക്കുക. നീ പറഞ്ഞു ശരിയാ, ത്രിലോകിൽ ഈ ആന്തോട്ട റിലേഷൻഷിപ്പിലായിരുന്നു. പക്ഷേ അത് പ്രണയവും വാങ്ങിച്ചതിനെ കോലൊന്നുമല്ല, ജസ്റ്റ് ഫിസിക്കൽ റിലേഷൻഷിപ്പ്. എപ്പോൾ വേണമെങ്കിലും നിർത്താവുന്ന റിലേഷൻ. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അവരുടെ ഇടയിൽ. നീ നീ നിങ്ങളുടെ മാരേജ് ലൈഫിനൊരു ചാൻസ് കൊടുക്കാൻ തയ്യാറായപ്പോൾ, അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്ന കണ്ടപ്പോൾ തൊട്ട് അവൻ ലിയോയുടെ റിലേഷൻഷിപ്പ് നിർത്താൻ തയ്യാറായതാണ്. അത് ലിയോട് പറയുകയും ചെയ്തു. പക്ഷെ അവരുടെ കുറച്ച് പേഴ്സണൽ ഫോട്ടോസ് ഉണ്ടല്ലോ, അതും വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കാണിച്ച് ലോകനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. ഈ റിലേഷൻഷിപ്പ് അവൻ നിർത്തുകയാണെങ്കിൽ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ അവൻ സോഷ്യൽ മീഡിയയിലും നമ്മളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ കാണിക്കുമെന്ന് പറഞ്ഞു. ആ ഫോട്ടോസും വീഡിയോസൊക്കെ പുറത്ത് വന്നാൽ എന്ത് സംഭവിക്കും ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതറിയാമെന്നുള്ളത് ലോക ആ റിലേഷൻഷിപ്പിൽ പിന്മാറാതിരുന്നത്. എന്നിട്ടും അവൾക്ക് മതിയാകാഞ്ഞിട്ട അന്ന് ഹോട്ടൽ റൂമിൽ ലോകനെ നിന്നെ വിളിച്ചു വരുത്തിയത്. പിന്നെ അവിടെ നടന്ന കാര്യമൊക്കെ നിനക്ക് അറിയാലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. ത്രിലോകൻ റിലേഷൻഷിപ്പ് നിർത്തി ഇതിന്ന് പുറത്ത് വന്നായി. പക്ഷേ അവനത് പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. ആസ് എ ബ്രദർ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ പാർത്തും ക്രിപ്തിയും കാരനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ബ്രദറിനെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് രക്ഷിച്ചു. പിന്നെ അവളിപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ കയ്യിരിപ്പ് കൊണ്ടാണ്, അവൾക്കത് വേണ്ടതാണ്. ലച്ചു, ഞാൻ ത്രിലോകനോട് സംസാരിച്ചു. എനിക്ക് എന്നോട് സംസാരിക്കാനുള്ളത്. അവന് ഒരു ചാൻസ് കൂടെ കൊടുക്കും, ലാസ്റ്റായിട്ടൊരു ചാൻസ്. ഞാൻ നിനക്കും ത്രിലോകന് വേണ്ടി മാത്രമല്ല പറയുന്നത്, മിനുവിനും പാർത്തിനും കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത്. പ്ലീസ്, ലാസ്റ്റായിട്ട് ഒരു ചാൻസ്. ഇനി അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാകില്ല, ഇതുപോലെ ഒരു കാര്യം ഉണ്ടാകില്ല. അത് ഞാൻ നിനക്ക് ഉറപ്പ് തരും. പ്ലീസ്, ലാസ്റ്റായിട്ട് ഒരു ചാൻസ് അവന് കൊടുക്കുക. എന്നോട് പറഞ്ഞു, എനിക്ക് എന്നോട് കുറച്ച് സംസാരിക്കണം. നമുക്ക് പുറത്തു പോയാലോ? പുറത്തോ? ഈ ടൈമിൽ? ആ, പുറത്ത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്റെ ഭാര്യയല്ലേ, നീ എന്റെ കൂടെയല്ലേ പുറത്തു വരുന്നത്, പിന്നെ നിന്റെ അപ്പച്ചിക്ക് എന്താ പ്രശ്നം? നീ റെഡിയാക്കും, ഞാൻ പോയത് ഫ്രഷ് ആയിട്ട് വരാം. പുറത്തേക്ക് പോകാൻ താഴേക്ക് ഇറങ്ങി വരുന്ന ലോകം വിളിച്ചു. പാതിരാത്രി എങ്ങോട്ട് പോവാ? പുറത്തേക്ക്? ഈ പാതിരാത്രിയോ? ലക്ഷ്മി, രാത്രി പുറത്തു പോയി നമ്മൾ ആരും പിടിച്ച് തിന്നില്ല, നിന്റെ അപ്പച്ചോട് പറഞ്ഞേക്ക്. ഇത്രയും രാത്രി പെൺപിള്ളാരെ കൊണ്ട് പുറത്ത് പത്ര സേഫ് ഉള്ള കാര്യമല്ല. ഞാൻ എന്റെ ഭാര്യനെ കൊണ്ട് പുറത്തു പോയിട്ട് സേഫായിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എനിക്കറിയാം. അതും കൂടെ നീ നിന്റെ അപ്പച്ചിയോട് പറഞ്ഞേക്ക്. ലക്ഷ്മി, നീ പിരിച്ചും പേയും കേൾക്കാതെ എന്റെ കൂടെ വരാൻ നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. ഇതിനെ ബലാചന അറിയാൻ വേണ്ടി ചോദിക്കും. അവരെ പോയി ചൊറിയേണ്ട വല്ല ആവശ്യമുള്ള കാര്യമായിരുന്നു.
ഞാനിവിടെ ചോദിച്ചെന്ന് പറഞ്ഞൊക്കെ അവരെ സേഫ്റ്റിക്ക് വേണ്ടിയാ. അത് കേൾക്കാൻ താല്പര്യം ഇരിക്കണ്ട. അല്ല മീനു, ഇവരിപ്പോ എങ്ങോട്ടാ പോയി നിൽക്കുമല്ലോ അറിയൂ? എനിക്കറിയില്ല നമ്മളമ്മ, എന്നോടൊന്നും പറഞ്ഞില്ല. രണ്ടെണ്ണം കൂടെ ഏത് വഴിക്ക് പോയെന്ന് ആർക്കറിയാം. നീ അതുകൊണ്ട് തെറ്റടിക്കുന്ന നിർമ്മല. അവർ കൊച്ചു പിള്ളേരൊന്നുമല്ല, അവർക്ക് എവിടെ പോയാലും തിരിച്ചു വരാൻ അറിയാം. എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. എടി, എനിക്കറിയാം നിനക്ക് എന്നോട് വെറുപ്പാണെന്ന്. വെറുക്കാൻ മാത്രമുള്ള ചിരിമുതൽ ഇന്ന് വരെ ചെയ്തു കൂട്ടി വെച്ചിട്ടുമുണ്ട്. പിന്നെ എന്തിനാ സിധുവിന്റെ ബാക്കി ഇട്ടിട്ട് നമ്മുടെ മാരേജ് ലൈഫിന് ചാൻസ് തരാൻ നീ തയ്യാറായത്? ഞാൻ സിധുവേട്ടന്റെ വാക്ക് കേട്ടിട്ടാ നമ്മുടെ മാരേജ് ലൈഫിന് ഒരു ചാൻസ് തരാൻ തയ്യാറായെന്ന് ചേട്ടനോട് ആരാ പറഞ്ഞേ? ഞാൻ എന്റെ മീനുവിന് വേണ്ടിയിട്ടാ ഇതിന് തയ്യാറായത്. ഞാൻ എന്റെ മാരേജ് ലൈഫ് മുന്നോട്ട് പോകാതെ അവൾക്ക് അവളുടെ മാരേജ് ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നീ മീനുവിന് വേണ്ടി നിന്റെ ലൈഫ് നശിപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുന്നേ. ഇനി എന്റെ ലൈഫ് എന്ത് നശിക്കാൻ? നീ എന്റെ കൂടെ ജീവിച്ചു തുടങ്ങുന്ന നിനക്ക് മനസ്സിലാവും ഈ നശിച്ചൊന്നും അല്ലെന്ന്. നിനക്ക് ഇനിയും ടൈമുണ്ട് ഒരു നല്ല ലൈഫ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ വീട്ടിലോട് സംസാരിക്കാം, നമുക്ക് ഈ മാരേജ് ലൈഫ് അവസാനിപ്പിക്കാം. നിനക്ക് എന്റെ നല്ലൊരു ചെറുക്കനെ കിട്ടും, അയാളോട് നിനക്ക് സുഖമായിട്ട് ജീവിക്കാം. എനിക്ക് മാരേജ് ലൈഫ് അവസാനിപ്പിക്കണ്ടെങ്കിലോ? എനിക്ക് നിങ്ങളോട് ജീവിക്കണ്ടെങ്കിലോ? ഞാൻ എന്റെ തീരുമാനത്തിൽ ഉറച്ചാ നിൽക്കുന്നേ. ഇനി ചേട്ടൻ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ എന്റെ തീരുമാനത്തിൽ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അതെനിക്ക് മനസ്സിലായി. നിന്നോട് ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ഇഷ്ടം പോലെ തന്നെ എല്ലാം നടക്കട്ടെ. എനിക്ക് ഓക്കെയാ. ഞാൻ നമ്മുടെ മാരേജിന് ചാൻസ് തരാൻ തയ്യാറാണ്. ബട്ട് എനിക്കൊരു ടൈം വേണം. പാടത്തോടുള്ള പ്രതികാരം വീട്ടാൻ വേണ്ടി നിന്നോട് അങ്ങനെയൊക്കെ ചെയ്യും പറയുകയൊക്കെ ചെയ്തെങ്കിൽ പോലും ഞാൻ നിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈം വേണം എല്ലാത്തിനും. ചേട്ടൻ എത്ര ടൈം വേണമെങ്കിലും എടുത്തു, ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. നമുക്കൊരു കോഫി കുടിച്ചാലോ? ബാക്കി കോഫി കുടിച്ചിട്ട് സംസാരിക്കാം. കോഫിയോ? ഈ പാതിരാത്രി മണിക്ക് കോഫി എവിടെ കിട്ടാനാ? നീ വാ. ത്രിലോകം മുന്നോട്ട് നടന്നു. ത്രിലോകിൻ്റെ ഒപ്പം ലച്ചു മുന്നോട്ട് നടന്നു. അവരങ്ങനെ ഒരു കോഫി വിൽക്കുന്ന കടയുടെ ഫ്രണ്ടിലെത്തി. ഈ ടൈമിൽ ഇത്ര ആളോ? നമ്മളെപ്പോലെ സംസാരിക്കുന്നത് ഇങ്ങനെയല്ല ആയിരിക്കും. ആയിരിക്കും. അല്ല, ചേട്ടനകത്ത് സ്ഥിരം കസ്റ്റമറാ? തീരമൊന്നുമല്ല, വല്ലപ്പോഴും ഓഫീസ് ലേറ്റ് ആകുമ്പോ ഈ വഴിക്കൂടെ വരുമ്പോ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കോഫി കുടിക്കാൻ തോന്നിയാ കോഫി കുടിക്കും. ഓ അങ്ങനെ. ചേട്ടാ, 2 കോഫി. എനിക്ക് വേണ്ട, ഞാൻ കോഫി കുടിക്കാറില്ല. നിനക്ക് കോഫി ഇഷ്ടല്ല? ഓ, എന്നാ ചേട്ടാ ഒരെണ്ണം മതി. നിനക്ക് വേറെ വല്ല വേണം? എനിക്ക് അപ്പൊന്നൊരു ഐസ്ക്രീം മേടിച്ചെന്നാ മതി. വന്ന പാട് അത് നോട്ട് ചെയ്തില്ലേ, പോയി മേടിച്ചു. കോഫി എങ്ങനെയുണ്ട്? കൊള്ളാം. നിന്റെ ഐസ്ക്രീമും കൊള്ളാം. ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചു. പണ്ട് നിങ്ങൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഞാൻ കാനല ലൊക്കേഷനിൽ പോകേണ്ട വന്നിട്ടും പക്ഷെ നീ തിരിച്ചു വന്നിട്ട് ഒരു ദേഷ്യവും കാണിക്കാത്തതിനോട് എങ്ങനെ നിന്നെക്കൊണ്ട് പെരുമാറാൻ പറ്റിയത്? അന്നത്തെക്കാളും കൂടുതൽ കാര്യം ഇപ്പൊ നിന്നോട് ഞാൻ ചെയ്ത് കൂട്ടിയിട്ടിരിക്കുക. എന്നിട്ട് നിനക്ക് എന്നോട് എങ്ങനെ ഇത്ര കൂളായിട്ട് പെരുമാറാൻ പറ്റുന്നേ? സത്യം പറയുവാണെങ്കിൽ അന്ന് ചേട്ടനോട് അങ്ങനെയൊക്കെ ചെയ്തിട്ടും ചേട്ടൻ കാരണം എനിക്ക് വന്ന് പോകേണ്ട വന്നിട്ടും എനിക്ക് ചേട്ടനോടൊരു ദേഷ്യമോ വെറുപ്പോ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ തിരിച്ചു വന്നിട്ട് പണ്ടത്തെ കാര്യം മോശമായിട്ട് ചേട്ടനോട് പെരുമാറിയിട്ടും എന്റെ പാർത്തേട്ടനെ നിന്ന് അകറ്റിയിട്ടും എന്നെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിപ്പിച്ചിട്ടും ആ സമയത്തൊക്കെ ചേട്ടനെ വെറുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ സത്യം പറയുവാണെങ്കിൽ എനിക്ക് വെറുക്കാൻ പറ്റിയിട്ടില്ല. അതെന്താണെന്ന് ഇപ്പോഴും അറിയില്ല. ലക്ഷ്മി, ഐ എം സോറി. പണ്ട് ഞാൻ നിന്നെ കൊല്ലണമെന്ന് കരുതി അങ്ങനെ ചെയ്തല്ല. അപ്പത്തെ ദേഷ്യത്തെ ചെയ്തു പോയതാ. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ അത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതെനിക്കറിയാം, ചേട്ടൻ അറിയാതെ പറ്റിയതാണ്. പിന്നെയുള്ളതൊക്കെ ഞാൻ
അറിഞ്ഞുകൊണ്ട് ചെയ്തു തന്നെയാണ്. പാർത്തോളുടെ ദേശത്തിന്റെ പുറത്ത് എനിക്ക് കണ്ണു കാണാൻ പോലും പറ്റില്ലായിരുന്നു. ഞങ്ങളുടെ ഇടയ്ക്ക് ഞാൻ നിന്നെയും പിടിച്ച് വലിച്ചിട്ടു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് മീനു വന്നപ്പോഴാ, അവള് വിഷമിക്കുന്ന കണ്ടപ്പോഴാ നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റാന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോഴാ ഞാൻ നിന്നെ പറ്റി പോലും ചിന്തിച്ചത്. നിന്നോട് ഞാൻ ചെയ്തു കൂട്ടിയതൊക്കെ എങ്ങനെ തിരുത്തണോന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോ നിന്നോട് സോറി മാത്രമേ പറയാൻ പറ്റൂ. ഞാൻ ചേട്ടനോട് എന്നെ ക്ഷമിച്ചതുകൊണ്ടല്ല നമ്മുടെ മാരേജ് ലൈഫിന് ചാൻസ് അറിയാൻ തയ്യാറായത്. ചേട്ടൻ ചെയ്ത തെറ്റിന് ചേട്ടൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് മതി, അതിൽ കൂടെ ഒന്നും വേണ്ട. നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ലക്ഷ്മി. ഒന്നവിടെ നിന്നേ പറ. ഇന്നലെ രണ്ടും കൂടെ എപ്പോഴാ വീട്ടിൽ കേറിയേ? 3 മണിയൊക്കെ ആയപ്പോ. ഇതല്ല 10 മണിക്ക് എഴുന്നേറ്റ് വന്നത്. ഇന്ന് സൺഡേ ആയിട്ട് നന്നായി. അല്ല, ത്രിലോകേട്ടൻ ഇതുവരെ എഴുന്നേറ്റ് പോലും കാണൂലല്ലേ? അല്ല, ഇന്നലെ നിങ്ങൾ എങ്ങോട്ടാ പോയത്? ഞങ്ങള് ഇന്നലെ നമ്മളെ പാർക്കിൽ പോയി കുറച്ചേരം ഇരുന്നു. പിന്നെ അവിടുത്തെ റോട്ടിൽ പോയി കുറെ നേരം നടന്നു. പിന്നെ വീട്ടിൽ വന്ന് വേറെ കിടന്നുറങ്ങി. പിന്നെ മീനു, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അത് ത്രിലോകേട്ടന് അത്രക്കും കൊള്ളാത്തവരൊന്നും അല്ല. ഓ, ഇപ്പൊ അങ്ങനെയായോ? അത് ബാക്കി പറ, കേക്കട്ടെ. ത്രിലോകേട്ടൻ ഞങ്ങളുടെ മാരേജ് ലൈഫിൽ ചാൻസ് തരാൻ സമ്മതാണെന്ന്, കുറച്ച് ടൈം വേണമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞോളൂ. പൊന്നു, ഞാൻ എന്താ കേൾക്കുന്നേ? എനിക്ക് ഇപ്പഴ സമാധാനം കിട്ടി. ഈ സന്തോഷത്തിന് എന്തായാലും ചെലവട്ടെ. ചെലവോ? എന്നാ നമുക്ക് KFC കഴിക്കാൻ പോയാലോ? എടി, നാളെ നമ്മൾ അമ്പലത്തിൽ പോയി വെറുതെ എടുത്തേക്കുമല്ലേ? ഓ, അങ്ങനൊരു കാര്യമുണ്ടല്ലോ, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. എന്നാ പിന്നെ നമുക്ക് നാളെ കഴിഞ്ഞു പോവാം. എന്നാ ശരി, നമുക്ക് നാളെ കഴിഞ്ഞു പോവാം. അപ്പൊ നിങ്ങളുടെ മാരേജ് ലൈഫിന്റെ ചാൻസ് കൊടുക്കാൻ തയ്യാറാന്ന് ചേട്ടൻ പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞതാ ഈ റിലേഷൻഷിപ്പ് വേണ്ട, ഇത് നിർത്താം. പക്ഷെ അവൾ കേക്കണ്ടേ? അവളെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. എനിക്കൊരു ടൈം വേണമെന്ന് പറഞ്ഞു. ഇനി ചേട്ടൻ എന്ത് ചെയ്യാൻ പോവാ? ഒരു വാക്കിന്റെ പേരിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാന്ന് പറഞ്ഞു. കുറച്ച് ടൈം വേണമെന്നും പറഞ്ഞു. എത്ര ടൈം എടുത്താലും ചേട്ടനോട് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ലടാ, അതാ എന്റെ പ്രശ്നം. ഞാൻ മീനുവിനെ മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്ക് ലക്ഷ്മിയുടെ കാര്യം ചിന്തിച്ച് നോക്കാൻ പോലും പറ്റില്ല. ഞാൻ ലക്ഷ്മി അങ്ങനൊന്നും കണ്ടിട്ട് പോലും ഇല്ല. പിന്നെ എങ്ങനെയാ? മീനുവിന്റെ കാര്യം നടക്കാൻ ചേട്ടൻ നന്നായിട്ട് അറിയാം. പിന്നെ എന്താ ചേട്ടൻ അത് അംഗീകരിക്കാൻ തയ്യാറാകാത്തത്? എനിക്ക് അവളെ മറക്കാൻ പറ്റില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് പെണ്ണോട് പ്രണയം തോന്നിയത് അവളോടാ. എന്റെ സ്വഭാവം വെച്ച് അവള് സ്വന്തമാക്കാൻ എനിക്ക് ഇപ്പൊ എന്ത് കളി വേണമെങ്കിലും കളിക്കാം. പക്ഷെ ഞാൻ ചെയ്യാതിരിക്കുന്ന അവൾക്ക് വേണ്ടി മാത്രമാ. അതും നിനക്ക് നന്നായിട്ടറിയാം. ചേട്ടൻ മീനുവിന്റെ പാർട്ട്ണറിന്റെ ബന്ധം നിർത്തി തന്നെ കട്ടിക്കോട്ടെ. ചേട്ടൻ ചേട്ടന്റെ പ്രണയം പറഞ്ഞ് മീനു ചേട്ടൻ്റെ അടുത്തിട്ട് വരുമോ? ഒരിക്കലും വരില്ല. അവളെ ജീവിതത്തോടെ സ്നേഹിച്ച് അർജുനം വേണ്ടെന്ന് വെച്ചിട്ടാ എല്ലാവരും വാക്കിയായിട്ട് അവൾ പാർത്തേട്ട കല്യാണം ജീവിക്കുന്നത്. അപ്പൊ ചേട്ടൻ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ആ ബന്ധം നിർത്തുമെന്നാണോ ചേട്ടൻ വിചാരിക്കുന്നത്? ഇല്ലെന്ന് എനിക്കറിയാം. അവൾക്ക് ഒരിക്കലും പാർത്തിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അവൾ അത് ഒരിക്കലും ചെയ്യില്ല. പാർത്ത് അവളെ എത്ര ഉപദ്രവിച്ചാലും ലൈഫ് ലോങ് അവൾ അവന്റെ കാലിന്റെ അടി കിടക്കും. അതെനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞാനിപ്പോ എന്റെ പ്രണയോട് പറഞ്ഞാൽ പോലും അവളെന്നോട് ഇപ്പൊ പെരുമാറുന്ന പോലെ ആയിരിക്കില്ല പെരുമാറുന്നത്.
അവളെന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, അവൾക്ക് എന്നെ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് മാത്ര ഇപ്പൊ വരെ ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നത്. പക്ഷെ എനിക്ക് അവളെ സ്നേഹിക്കുന്നതിന് ആരുടെ അനുവാദത്തിന്റെ ആവശ്യമില്ല. ചേട്ടൻ അവസാനം പറഞ്ഞില്ല, അത് ഭ്രാന്താണ്, ഭ്രാന്ത്. ചേട്ടൻ ഒറ്റ ഒരാള് കാരണം ചേട്ടൻ്റെ ലൈഫ് ഇങ്ങനെ നശിച്ചു കിടക്കുന്നത്, അത് ചേട്ടൻ ഒരു കാലത്തും മറക്കരുത്. അതെനിക്ക് അറിയാടാ. ഞാൻ കാരണം ലക്ഷ്മിയുടെ, മീനുവിന്റെ, പാർട്ടിന്റെ എന്റെ ലൈഫ് ഇങ്ങനെയായത്. പക്ഷെ എനിക്ക് ലക്ഷ്മിയുടെ കാര്യത്തിൽ എന്നെക്കൊണ്ട് പറ്റില്ല. ചേട്ടനെ കൊണ്ട് പറ്റും. ചേട്ടൻ മീനുവിന്റെ കാര്യം വീട്, ലക്ഷ്മിയെ പറ്റി മാത്രം ചിന്തിക്കുക. ചേട്ടനെ കൊണ്ട് പറ്റും. ചേട്ടൻ എന്തായി പറയുന്നത്? ത്രിലോകന്റെ മീനുവിന് ഇഷ്ടമാണെന്നു? അങ്ങനെ ഒരിക്കലും നടക്കില്ല. അവർ നല്ല ഫ്രണ്ട്സാണ്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനിപ്പം എൻ്റെ ചെവി കൊണ്ട് കേട്ടതേ ഉള്ളൂ ത്രിലോകം കാരണം പറയുന്നത്. അവര് ഫ്രണ്ട്സാണ് എല്ലാവരുടെ മുമ്പിൽ, എല്ലാവർക്കും അങ്ങനെയാണ്. മീനും ത്രിലോകനെ ഫ്രണ്ടായിട്ടേ കാണുന്നുള്ളൂ. പക്ഷെ ത്രിലോകം അവൾ അങ്ങനെയല്ല കാണുന്നത്. ഒരിക്കലും അങ്ങനെ വരാൻ വഴിയില്ല. നീ വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷെ എനിക്ക് ത്രിലോകന്റെ ബാക്കിയെന്നും അവന്റെ കണ്ണിന്റെ കണ്ണുനീരിൽ നിന്നും എല്ലാം മനസ്സിലായി. ഞാൻ ലക്ഷ്മിനെ ത്രിലോകന്റെ കൂടെ കാണുമ്പോൾ എത്രമാത്രം വേദനിച്ചോ അത്രമാത്രം എൻ്റെ കൂടെ മീനാക്ഷിയെ കാണുമ്പോൾ അവൻ വേദനിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ഇനി എൻ്റെ ട്രെയിനാ, ഇനി ഞാൻ കളിക്കട്ടെ. ഇനി എന്ത് കളിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മീനു, നാളെ നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ സാരി എടുത്തോണ്ട് പോയാലോ? സാരിയോ? അവസാനം നാളെ അമ്പലം വരെ എത്തുമോ? നമ്മള് കാറിനല്ല പോലെ, അതുകൊണ്ട് വലിയ സീനൊന്നും കാണില്ല. പ്ലീസ് കൊടുക്കാമോ? ആ, കൊടുക്കാം. മീനാക്ഷി എന്താ റൂമിലേക്ക് വാ. ഞാൻ പോവാണ്, രാവിലെ വേണം. ആ മീനു, എന്താടി, എന്താ നിന്റെ പ്രശ്നം? ഒരു തവണ നമ്മൾ കൊണ്ടുവന്നിട്ട് നിന്റെ പെരും പിടിക്കുന്ന തറയില്ലേ? നീ ഇങ്ങുവാ. എന്താടി നിന്റെ പ്രശ്നം? നിനക്കെന്താടി എനിക്ക് വഴങ്ങി തന്നു? അമ്പലത്തിൽ പോകാൻ വെറുത്തോ? എന്നോട് ചോദിക്കാതെ നിന്നോട് ഇത് കേൾക്കാൻ ആരാ പറഞ്ഞ? നിന്നെ കെട്ടിയത് ഞാനല്ല, അല്ലാതെ നിർമ്മലമ്മയല്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ, വെറുതെ കൊടുക്കണ്ട, നാളെ അമ്പലത്തിൽ പോകണ്ട. എനിക്കിപ്പൊ നിന്നെ വേണം. വേണം, എനിക്ക് ഇപ്പൊ തന്നെ നിന്നെ വേണം.